പ്രൈസ് ദി ലോർഡ്. വെൽക്കം ടു സ്വർഗീയ ശില്പി മീഡിയ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചത് ആര്? ഉത്തരം യോഹന്നാൻ സ്നാപകൻ. 3-1. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ മരുഭൂമിയിൽ പ്രസംഗിച്ചത് എന്ത്? ഉത്തരം സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. 3-2. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞവന്റെ വാക്കിത് കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ അരുളി ചെയ്ത പ്രവാചകൻ ആര്? ഉത്തരം യെശയ്യാവ്. 3-3. യോഹന്നാൻ സ്നാപകന്റെ വേഷം എന്തായിരുന്നു? ഉത്തരം ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും. 3-4. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, യോഹന്നാൻ സ്നാപകന്റെ ആഹാരം എന്തായിരുന്നു? ഉത്തരം വെട്ടുകിളിയും കാട്ടുതേനും. 3-4. ആറാമത്തെ ക്വസ്റ്റ്യൻ, എവിടെയൊക്കെ ഉള്ളവരാണ് യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ ചെന്നത്? ഉത്തരം യെരുശലേമിലും യഹൂദ ദേശത്തൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും. 3-5. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, യെരുശലേമിലും യഹൂദ ദേശത്തൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും യോഹന്നാന്റെ അടുക്കൽ വന്ന് എങ്ങനെയാണ് സ്നാനമേറ്റത്? ഉത്തരം തങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട്. 3-6. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, യോഹന്നാൻ സ്നാപകൻ സ്നാനം കഴിപ്പിച്ചത് ഏത് നദിയിൽ? ഉത്തരം യോർദാൻ. 3-6. സർപ്പസന്തതികളെ എന്ന് യോഹന്നാൻ സ്നാപകൻ വിളിച്ചതാര്? തന്റെ സ്നാനത്തിനായി പരീശന്മാരും സദൂക്യരിലും ചിലർ വരുന്നത് കണ്ടിട്ട്. 3-7. പത്താമത്തെ ക്വസ്റ്റ്യൻ, പരീശരും സദൂക്യരും യോഹന്നാന്റെ അടുക്കൽ വന്നത് എന്തിന്? ഉത്തരം സ്നാനമേൽക്കാൻ. 3-7. 11. ക്വസ്റ്റ്യൻ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ ആര് ആരോട് പറഞ്ഞു? ഉത്തരം യോഹന്നാൻ സ്നാപകൻ പരീശന്മാരോടും സദൂക്യരോടും പറഞ്ഞു. 3-7-8 വാക്യങ്ങൾ. 12. ക്വസ്റ്റ്യൻ, മാനസാന്തരത്തിന് യോഗ്യമായ എന്ത് പുറപ്പെടുവിക്കാനാണ് യോഹന്നാൻ സ്നാപകൻ പരീശന്മാരോടും സദൂക്യരോടും പറയുന്നത്? ഉത്തരം ഫലം. 3-8. 13. ക്വസ്റ്റ്യൻ, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് ആരോട്? ഉത്തരം പരീശന്മാരോടും സദൂക്യരോടും. 3-9. 14. ക്വസ്റ്റ്യൻ, എങ്ങനെയുള്ള വൃക്ഷങ്ങളെയാണ് വെട്ടി തീയിൽ ഇട്ടുകളയുന്നത്? ഉത്തരം കായ്ക്കാത്ത വൃക്ഷം. 3-10. 15. ക്വസ്റ്റ്യൻ, മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നത് ആര്? ഉത്തരം യോഹന്നാൻ സ്നാപകൻ. 3-11. 16. ക്വസ്റ്റ്യൻ, യോഹന്നാൻ സ്നാപകനേക്കാൾ ബലവാൻ ആര്? ഉത്തരം യോഹന്നാന്റെ പിന്നാലെ വരുന്നവൻ. 3-11. 17. ക്വസ്റ്റ്യൻ, അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല ആരുടെ? ഉത്തരം എന്റെ പിന്നാലെ വരുന്ന എന്നേക്കാൾ ബലവാൻ ആയവന്റെ. 3-11. 18. ക്വസ്റ്റ്യൻ, യോഹന്നാൻ സ്നാപകന്റെ പിന്നാലെ വരുന്നവൻ സ്നാനം ഏൽപ്പിക്കുന്നത് എങ്ങനെ? ഉത്തരം പരിശുദ്ധാത്മാവിനാലും തീയിലും. 3-11. 19. ക്വസ്റ്റ്യൻ, വീശുമുറം അവന്റെ കയ്യിലുണ്ട് ആരുടെ? ഉത്തരം യോഹന്നാൻ സ്നാപകന്റെ പിന്നാലെ വരുന്നവന്റെ. 3-12. 20. ക്വസ്റ്റ്യൻ, യേശു സ്നാനമേറ്റത് ആരിൽ നിന്നാണ്? ഉത്തരം യോഹന്നാൻ സ്നാപകനിൽ നിന്ന്. 3-13. 21. ക്വസ്റ്റ്യൻ, യേശു എവിടെ നിന്നാണ് സ്നാനമേൽക്കുവാൻ യോർദാൻ വരെ യോഹന്നാന്റെ അടുക്കൽ വന്നത്? ഗലീല. 3-13. 22. ക്വസ്റ്റ്യൻ, തന്റെ അടുക്കൽ സ്നാനം സ്വീകരിക്കുവാൻ വന്ന യേശുവിനെ എന്തു പറഞ്ഞാണ് യോഹന്നാൻ വിലക്കിയത്?
ഉത്തരം, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ? 3:14. 23-ാമത്തെ ക്വസ്റ്റ്യൻ. നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് ചോദിച്ച യോഹന്നാൻ സ്നാപകനോട് യേശു പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകുന്നത് നമുക്ക് ഉചിതം. 3:15. God bless you.